ഈ സത്യാഗ്രഹ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ എം മുഹമ്മദ് അലി റാവുത്തർ അവർകൾ ഈ വിശദീകരണ യോഗത്തിൽ ആതിഥ്യം വഹിക്കുന്ന സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ എൻ അനിൽകുമാർ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സംഘടനയുടെ സംസ്ഥാന ട്രഷറർ ശ്രീ സോമരാജൻ, സംസ്ഥാന സെക്രട്ടറി ശ്രീ കാർത്തികേയൻ, ജില്ലാ പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, വൈദ്യുതി ഭവന്റെ KSEB ലിമിറ്റഡിന്റെ ആസ്ഥാനത്ത് ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ജീവനക്കാരെ, ട്രേഡ് യൂണിയൻ നേതാക്കളെ, വളരെ വൈകാരികമായ ഒരു പശ്ചാത്തലത്തിലാണ് വൈദ്യുതി ബോർഡിലെ ജീവനക്കാരും പെൻഷൻകാരും മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ ജീവനക്കാരും തൊഴിലാളികളും സംഘടനകളുമൊക്കെ ഇന്ന് നിൽക്കുന്നു. ഞാനിത് പറയുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അത് കീഴ്മേൽ മറിയുന്ന ഒരു സമര ബിന്ദുവാണ്. 1957 രൂപീകൃതമായ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അതിനു മുമ്പ് ഒരു സംസ്ഥാന വകുപ്പായിരുന്നു എന്ന് നമുക്കറിയാം, ഒരു സർക്കാർ വകുപ്പായിരുന്നു. ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ അതെ കേരള ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്ന ബോർഡിലേക്ക് എന്ന പോലെ മാറ്റി അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരള സർവീസ് ആനുകൂല്യവും വ്യവസായ ചട്ട നിയമമനുസരിച്ച് KSEB എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വ്യവസായത്തിന്റെ സ്വഭാവമുള്ളതുകൊണ്ട് ഏറ്റവും വലിയ വ്യവസായം എന്ന നിലയിൽ അതിലെ ജോലിയുടെ പ്രത്യേകത അനുസരിച്ച്, അപകട സാധ്യതയനുസരിച്ച്, അടിയന്തര സ്വഭാവം അനുസരിച്ച്, അധ്വാനത്തെ പരിഗണിച്ച് 1947 വ്യവസായ തർക്ക നിയമത്തിന്റെ പരിരക്ഷ കൂടി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക്, തൊഴിലാളികൾക്ക്, ഉദ്യോഗസ്ഥർക്ക് നൽകിക്കൊണ്ടാണ് ജീവനക്കാരെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് കൈമാറ്റും. ഇന്ന് ഇലക്ട്രിസിറ്റി ബോർഡിലെ സോൾ മാർക്കറ്റിംഗ് ഏജന്റായിട്ടുള്ള വ്യവസായ നിയമത്തിന്റെ പോലും കഴിയുന്ന നിരക്ഷര തൊഴിലാളി വഞ്ചന അവരുടെ കാർമ്മികത്വത്തിൽ ഈ സ്ഥാപനത്തിൽ തൊഴിലാളിയെ, ജീവനക്കാരനെ കഴിഞ്ഞ 60 കൊല്ലത്തിലധികം 7 ദശാബ്ദത്തോളം ഈ സ്ഥാപനത്തിൽ പണിയെടുത്ത ജീവനക്കാരനെ നയിച്ച സംഘടനകൾ, ഈ അവരെല്ലാവരും ആർജിച്ചെടുത്ത ആനുകൂല്യങ്ങൾ രാഷ്ട്രീയ സൗഭാഗ്യത്തിന്റെ, രാഷ്ട്രീയ ആ വിധേയത്വത്തിന് വേണ്ടി വഞ്ചിച്ചിരിക്കുകയാണ്. 30 വെള്ളിക്കാശിന് ഒതുക്കൊടുത്തിരിക്കുന്ന ജൂദാസുകളായി മാറിയിരിക്കുന്ന മധ്യാഹ്നമാണിത്. ആ മധ്യാഹ്നത്തിലാണ് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരും പെൻഷൻകാരും എന്നും
ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ അവസാനിക്കുന്നു. ഇലക്ട്രിസിറ്റി ബോർഡ് 1950 പോകുന്നു. ഈ ചതി കാലം മാറ്റി തരുന്ന ചതിയല്ല. ഇത് എന്റെ മനസ്സിലേക്ക് വരുന്നത് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ കടും എന്ന് പറയുന്ന ഒരു കവിതയാണ്. അടിയന്തര ഇന്ത്യയിലെ രാഷ്ട്രീയ ഏകാധിപത്യത്തിനെതിരെ, കൃത്യമായി പറഞ്ഞാൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കെതിരെ അയ്യപ്പ പണിക്കർ എഴുതിയ കവിതയാണ് കടുക്ക. അത് കുടിച്ചേ അടിച്ചേ കുടിച്ചേക്കാം, കടുക്കില്ലേ കവർപ്പില്ലേ, തല്ലല്ലേ വല്യമ്മച്ചി, കടുക്ക ഞാൻ കുടിച്ചേക്കാം. ഇതാണ് അസ്വാതന്ത്ര്യത്തിന്റെയും അവകാശ ഒരു കാര്യവും എനിക്കില്ല. ദാ ഞാൻ വായു പൊളിച്ചിരിക്കുന്നു. എന്റെ വായിലേക്ക് നിങ്ങൾ ഈ രാഷ്ട്രീയ ഒഴിച്ചു തരൂ എന്ന് പറഞ്ഞാൽ വഞ്ചകരുടെ കാവലികളുടെ ഈ മേറ്റിലിടമായി വൈദ്യുതി ബോർഡ് വാങ്ങിയിരിക്കുന്നു. ഇതിനെതിരെ ഈ സ്ഥാപനത്തിലെ ജീവനക്കാരനും പെൻഷൻ ില്ലെങ്കിൽ അവന്റെ മൂലനാശമായിരിക്കും സംഭവിക്കുക എന്ന് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാധിച്ചെടുക്കാമായിരുന്നു. ഒരാളും അറിയാതെ, ഇരുചെവി അറിയാതെ രാഷ്ട്രീയ വർണ്ണശാലകളിലെ രാത്രികാലങ്ങളിൽ സാധിച്ചെടുക്കാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു. ഇനി അത് കഴിയില്ല. ഇനി അത് കഴിയില്ല. രാവും പകലും കണ്ണിലെണ്ണയൊഴിച്ച് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരന്റെയും അവകാശം സംരക്ഷിക്കുവാൻ ഒരു സംഘടന ഇവിടെ 4 കൊല്ലക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. 4 കൊല്ലക്കാലമായി ജാഗ്രതയോടെ. അതൊക്കെ വന്നതിന് ശേഷമാണല്ലോ നിങ്ങൾ മാസ്റ്റർ എന്ന് പറഞ്ഞത്. അതൊക്കെ വന്നതിന് ശേഷമാണല്ലോ നിങ്ങൾ ഈ സമരങ്ങളൊക്കെ തുടങ്ങിയത്. 1984 പണിമുടക്കിന് ശേഷം നിങ്ങളുടെ വഴിപാട് പണിമുടക്കുണ്ടല്ലോ, ലേബർ കോഡിനെതിരെ നിങ്ങൾ സമരം ചെയ്തു. നിങ്ങളുടെ മുടിച്ച് നിങ്ങളുടെ കുടുംബത്തെയും ആശ്രിതരെയും കുഞ്ഞുങ്ങളെയും കുളം തോണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ദിവസം അരമണിക്കൂർ 1 മണിക്കൂർ പണിമുടക്കാനുള്ള നപുംസകരുടെ നേതൃത്വമായി വൈദ്യുതി ബോർഡിലെ സംഘടനകൾ മാറിയിരിക്കും. 12/3/2026 ഇക്കഴിഞ്ഞ 12-ാം തീയതി ഈ കഴിഞ്ഞ 12-ാം തീയതി വെള്ളിയാഴ്ച സംസ്ഥാന സർക്കാർ ഇറക്കിയ ഉത്തരവ്. എന്തിനാണ് ഇറക്കിയത്? പോലീസുകാരെ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട്. അത് വെള്ളിയാഴ്ചയാണ്. കാരണം എന്താ? ശനിയാഴ്ചയും ഞായറാഴ്ചയും കോടതി അവധിയായിരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലിട്ട് ഇടിക്കാം, അല്ലെങ്കിലോ കൈക്കൂലി വാങ്ങാം. അങ്ങനെ ഈ സ്ഥാപനത്തിലെ 61,000 വരുന്ന 60,000-ലധികം വരുന്ന മനുഷ്യ ജീവനുകളെ കേസ് കൊടുക്കേ അവന്റെ ആനുകൂല്യങ്ങളും DA-യും DR-ഉം നിഷേധിച്ച് അവനെ പോലീസ് സ്റ്റേഷനിൽ നിർത്തി ഞായറാഴ്ച പിരിവ് നടത്തി അവനെ കള്ളക്കേസ് മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെ എല്ലാ ആനുകൂല്യങ്ങളും. എവിടത്തെ ആനുകൂല്യങ്ങളാണ്? പോസ്റ്റ്മോർട്ടം ചെയ്ത് 2016 ശമ്പള കരാർ നടപ്പിലാക്കി കാലാവധി കഴിഞ്ഞ ശമ്പള കരാർ. നിങ്ങൾ മനസ്സിലാക്കണം. നടപ്പിലാക്കി കാലാവധി കഴിഞ്ഞ ശമ്പള കരാറിന്റെ അംഗീകാരം എന്ന് പറയുന്ന മറവിൽ
ഇന്നുവരെ ഉണ്ടായിട്ടുള്ള ശമ്പള കരാറിന്റെ എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുത്തി. ഇനി വരാനിരിക്കുന്ന ശമ്പള കരാറുകളെ സ്മൃതിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ശമ്പള കരാറും മുൻകാല പ്രാബല്യവും എന്നാണ് ഇനി നിങ്ങൾക്ക് കിട്ടുന്നത്. നാം സംസാരിക്കുന്നത് 2026 2023 ജൂലൈ മാസം 31 കരാർ കഴിഞ്ഞ ദീർഘകാലത്ത് കാലാവധി കഴിഞ്ഞ ദീർഘകാല കരാർ 2021 ഇന്ന് 2026 ഇലക്ട്രിസിറ്റി ബോർഡിൽ ശമ്പള പരിഷ്കരണത്തിന് ഒരു കമ്മിറ്റി പോലും രൂപീകരിച്ചിട്ടില്ല. ആ കമ്മിറ്റി പോലും രൂപീകരിക്കേണ്ട ആവശ്യം ഇനി വൈദ്യുതി ബോർഡിനില്ല. കാരണം എന്താണ് പേ കമ്മീഷന്റെ റിപ്പോർട്ട് വരുമ്പോൾ അതിലെ വെയിറ്റേജ്, അതിലെ ഇൻക്രിമെന്റ്, അതിന്റെ എഫക്ട്, അതിന്റെ മുൻകാല പ്രാബല്യം. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെ ട്രേഡ് യൂണിയനും കൊണ്ട് കിടക്കുന്നത്? നിങ്ങൾക്ക് കാശി രാമേശ്വരമൊക്കെയാണ് ശബരം പോവുക. ഈ പണിയൊക്കെ നിങ്ങൾക്ക് ആ ശബരം ചെയ്തു കൊടുക്കുക. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിടുപണി. ഇനി ഇലക്ട്രിസിറ്റി ബോർഡിൽ ദീർഘകാല കരാറില്ല. കേരള സർക്കാരിന്റെ ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കുന്ന ഫിഗർ, കേരള സർക്കാരിന്റെ ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കുന്ന വെയിറ്റേജ്, കേരള സർക്കാരിന്റെ ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കുന്ന DA/DR വ്യവസ്ഥകൾ, DA അവകാശങ്ങൾ, സർക്കാർ പ്രഖ്യാപിക്കുന്ന അതേ ശമ്പള പരിഷ്കരണ കരാറിന്റെ പകർപ്പായിരിക്കും ഇലക്ട്രിസിറ്റി ബോർഡിലെ ദീർഘകാല ശമ്പള കരാർ. ഇത് തിരിച്ചറിയാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ തൊഴിലാളി തയ്യാറാകുന്നില്ലെങ്കിൽ അവന്റെ കണ്ടകശനി ആരംഭിക്കുകയാണ്. അവന്റെ വംശത്തിന് തുടർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കൊല്ലത്തിലേറെ നിങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഈ വൈദ്യുതി ഭവന്റെ മുന്നിൽ പെൻഷനേഴ്സ് കൂട്ടായ്മയെയും ജ്യോതിലാലിനെയും അശോകനെയും കറി പറഞ്ഞ് ആശ്വാസം കൊള്ളുന്ന വിഡ്ഢിവർഗത്തിന്റെ കോമാളിക്കളി നിങ്ങൾ കാണും. ഇവർ വിഡ്ഢികളല്ല. ഇവർ വൈദ്യുതി ബോർഡിലെ ജീവനക്കാരൻ കഴിഞ്ഞു ജീവിക്കുന്ന പരാതങ്ങളാണ്. നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണം. തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് മുഖിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ 2021 KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ രൂപം കൊണ്ട് സംബന്ധിച്ച വിഷയങ്ങൾ നമ്മളെല്ലാ അറിയിച്ചു. നമ്മൾ പ്രക്ഷോഭങ്ങൾ നടത്തി, പ്രചാരണങ്ങൾ നടത്തി. ഈ സ്ഥാപനത്തിൽ മറ്റൊരു സംഘടനയ്ക്കും അവകാശപ്പെടാനില്ലാത്ത പ്രക്ഷോഭങ്ങൾ ഈ സംസ്ഥാന വ്യാപകമായി നടത്തിയ സംഘടനയാണ് പെൻഷനേഴ്സ് കൂട്ടായ്മ. ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ മണിയാടെ പെൻഷൻ ഇത്രയും ശക്തമായി, ഇത്രയും ഫലപ്രദമായി സംബോധന ചെയ്ത ഒരു സംഘടന ഇന്ത്യ രാജ്യത്തില്ല. പെൻഷൻ മുടങ്ങി ഈ സ്ഥാപനത്തിന്റെ CMD 8/2023 എഴുതി. 8/12/2023 പെൻഷനേഴ്സ് കൂട്ടായ്മ ദിവസം ബാലഗോപാലിന്റെ തോളിൽ കൈയിട്ട് കുളിക്കാൻ നിൽക്കുന്ന 2-3 ആളുകൾക്ക് പടം തുടങ്ങിയല്ലോ എന്ന് ഈ കഴിഞ്ഞ ദിവസം 1/2023 കേരള നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഈ ധനകാര്യ വകുപ്പിനെ നേരിൽ കണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിന് പെൻഷൻ ആവശ്യത്തിന് നിലനിർത്താനുള്ള ഡ്യൂട്ടിയുടെ സമയപരിധി ഈ ഒക്ടോബറിൽ അവസാനിക്കുകയാണ്.
10 വർഷത്തേക്ക് കൂടി നീട്ടിക്കൊടുത്തില്ലെങ്കിൽ പെൻഷൻ മുടങ്ങുമെന്ന് നമ്മൾ പറഞ്ഞു. കടപ്പത്രത്തിന്റെ 2016 അധിക പാട്ടെടുത്തുള്ള കടപ്പത്രത്തിനുള്ള അനുമതിക്ക് വേണ്ടി ഇലക്ട്രിസിറ്റി ബോർഡ് 4 or 5 കത്തുകൾ എഴുതിയിട്ട് അനുമതി കൊടുക്കാതിരിക്കുന്നു. ഇപ്പോഴും കൊടുത്തിട്ടില്ല. എന്തേ ഇവിടെ പെൻഷൻകാരന് സംഘടനയില്ലേ? എന്ത് ആർജിച്ചു വന്നിരിക്കുന്ന ഇലക്ട്രിസിറ്റി ബോർഡിലെ സംഘടനകൾ എന്തുകൊണ്ടാണ് തങ്ങളുടെ അംഗങ്ങളായിട്ട് ജീവനക്കാർ ഈ കൊടി ചുമക്കുന്ന കഴുതകളുടെ ഒപ്പം ജീവനെ ബാധിക്കുന്ന കാര്യമുണ്ടായിട്ട് എന്താണ് പ്രതികരിക്കാത്തത്? എന്താണ് പെൻഷൻ 2017 ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ ഇക്കഴിഞ്ഞ മാർച്ച് 31, 2026 വരെ 7,531 കോടി രൂപ മാസ്റ്റർ ട്രസ്റ്റിന്റെ മൂലധനം വകമാറ്റി ഈ സ്ഥാപനം തോന്നിവാസം കാണിച്ചിട്ട് ഈ ഫിനാൻസ് ഡയറക്ടറുടെ ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ സംഘടനയ്ക്ക് എന്താണ് നാവ് പൊങ്ങാത്തത്? അത് ചോദ്യം ചെയ്തത് ഞങ്ങൾ. കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് പറഞ്ഞു 4 മാസത്തിനകം ഇലക്ട്രിസിറ്റി ബോർഡിനെ വിളിച്ചു വരുത്തി തെളിവെടുപ്പ് നടത്തി ഉത്തരവിറക്കണം. ഉത്തരവിറക്കിക്കാതിരിക്കാൻ കുറെ പണിയാക്കി നോക്കി. നിങ്ങൾ ജ്യോതി തെറി പറയുന്ന പോലെയല്ല ഞങ്ങൾ തെറി പറയുന്നത്. ഞങ്ങൾ തെറി പറഞ്ഞാൽ ജ്യോതിലാൽ അറിയും. മനസ്സിലായോ? അത് അറിയുന്ന ജ്യോതിലാലിനോട് കേരളത്തോട് പറഞ്ഞു, താൻ അടുത്ത തവണ ഈ കൗണ്ടർ അഫിഡവിറ്റ് കൊണ്ടുവന്നെങ്കിൽ 30,000 രൂപയ്ക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. അല്ലാതെ ജ്യോതിലാല് കൂട്ടായ്മയുടെ ആളാണെന്ന് പറഞ്ഞാൽ പോരാ. ഞങ്ങൾ കൃത്യമായി ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയാം. ഞങ്ങളുടെ ശത്രുവാരാണെന്നും ഈ സ്ഥാപനത്തിലെ ജീവനക്കാരനുമെതിരെ കഴിക്കുന്നത് ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ പിടിച്ചു നിന്ന് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യുന്ന ആ നീച യുദ്ധതന്ത്രം ഞങ്ങൾക്കില്ല. ഞങ്ങൾ നേരെ പോരാടുന്നവരാണ്. അവസാനം കോടതി അലക്ഷ്യ കേസ് നിങ്ങൾ ഈ പറയുന്ന ജ്യോതിലാലിന്റെ വ്യക്തിപരമായി കോടതി അലക്ഷ്യ കേസ് വ്യക്തിപരമായി കൊടുക്കുന്ന കേസ് കൊടുത്ത ഫയൽ ചെയ്ത് 6/9/24 ഉത്തരവിറക്കി. എന്താണ് ഉത്തരവ്? നിങ്ങൾ തത്തുതിന്ന മാസത്തിന്റെ മൂലധനം 24% പലിശയോടുകൂടി തിരിച്ചടയ്ക്കാം. എന്താ ഇത്ര പുകച്ച്? അങ്ങനെയല്ലോ ഇതിനകത്ത് എല്ലാവരും രാത്രിയിൽ ഒന്നാണല്ലോ ആണല്ലോ. 6/9/24 അതായത് പെൻഷൻ ഫണ്ടിന്റെ മൂലധനം വകമാറ്റിയത് തിരിച്ചടയ്ക്കാൻ ഉത്തരവിറക്കിയപ്പോൾ അത് റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞ വിവരം കെട്ടവരാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഈ പറയുന്ന പെൻഷൻകാരന്റെയും ജീവനക്കാരന്റെയും അപ്പോസ്തലന്മാരായി നടക്കുന്ന പങ്കാളികൾ. ഇപ്പൊ സാധനം പിരിഞ്ഞുപോയി, സ്വയം പിരിഞ്ഞുപോയി. ഇപ്പൊ ഒറ്റക്കെട്ടൊക്കെയാ. ഇപ്പൊ പൊക്കി കാണിക്കുന്ന ഒറ്റക്കെട്ടൊക്കെയാണ്. പൊക്കി കാണിക്കലെന്ന് പറഞ്ഞാൽ പോസ്റ്റർ കിട്ടും. അതിപ്പോ ഒറ്റക്കെട്ടൊക്കെയാ. മനസ്സിലായി? ഇപ്പൊ ഒന്നിച്ചില്ല, ഒറ്റയ്ക്ക്. മണിയാർ ഒരാൾ തടുക്കുന്നു, ഒരാൾ തിരിച്ചു വിടുന്നു. മനസ്സിലായോ? ഒരാൾ തടുത്തിരിക്കുക. ഈ മണിയാർ മറ്റേ മുരുകപ്പയ്ക്ക് കൊടുക്കുന്നതിന് ഒരു ില്ലായിരുന്നു, ഇങ്ങനെ എത്തി നോക്കൽ മാത്രമായിരുന്നു. മനസ്സിലായോ? ഇപ്പൊ മണിയാറിന്റെ ആളാണ്. ഇപ്പൊ മണി അവിടെ അപകടത്തിലായിരിക്കുക. മനസ്സിലായോ? അത് ഊർജ്ജ വകുപ്പിൽ നിന്ന് നോട്ട് കൊടുത്തിട്ട് ക്യാബിനറ്റിൽ വരുമ്പോ എന്തോ ഒരു കുഴപ്പം, എന്തോ വ്യത്യാസമുള്ളൂ, എന്തോ ചില്ലറ വ്യത്യാസമുള്ളൂ. ഏതായാലും അത് നടന്നില്ല. അത് നടന്നില്ലെങ്കിൽ സംസ്ഥാന നിയമസഭയും വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും വ്യത്യസ്ത അഭിപ്രായം പറയേണ്ട സാഹചര്യം ഉണ്ടായെങ്കിൽ ആ സാഹചര്യം ഉണ്ടാക്കിയ സംഘടന പെൻഷനേഴ്സ് കൂട്ടായ്മയാണ്.
അതിനെ അങ്ങനെ ചെറിയായിട്ട് കണ്ടാൽ അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോ അറിയും. അത്രയും അറിഞ്ഞില്ല. 7/8/25 നിങ്ങൾ തടഞ്ഞു വെച്ച DADR കുടിക്കുക. കൊടുക്കാൻ നേരത്ത് നിങ്ങൾ 18-ാം തീയതി ഇവിടെ നമ്മുടെ ഇവിടെ ബോഡി ഗാർഡായിട്ട് നിന്ന് കടന്നു വന്ന ഒരാഴ്ചയാണ് ചെയർമാനെ മുഖ്യമന്ത്രിയുടെ ആഫീസിലെ പാറാമീറ്ററിനെ കൊണ്ട് പറയിച്ച് ചർച്ച നടത്തി. ഇപ്പൊ കൊടുക്കണ്ട, ഫുൾ ബോർഡിന് വിടാം. നവംബർ മാസത്തിൽ എല്ലാം കൂടി മൊത്തം തരാം എന്ന് പറഞ്ഞ് ഉത്തരവിറക്കില്ലേ? ആ ഉത്തരവിന്റെ നെഞ്ചില്ലേ? നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ആയിട്ട് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എല്ലാം കൂടി ഒന്നിച്ചു നിർത്താൻ ഫുൾ ബോർഡിന് ശുപാർശ ചെയ്യാൻ FTD തീരുമാനിച്ചു. എന്തായി? 2 കഴിഞ്ഞപ്പോൾ എവിടെ പോയി? എവിടെ പോയി? എന്തേ രണ്ടാമത് എഴുതാൻ പാടില്ലായിരുന്നോ? അപ്പൊ അതിലെഴുതില്ലേ കോടതി ഉത്തരവ്? കോടതിയിൽ പറഞ്ഞില്ലേ ഞങ്ങൾ കൊടുത്തേ എന്ന് പറഞ്ഞില്ലേ? കൊടുത്തേന്ന് പറഞ്ഞിട്ട് കോടതി പറഞ്ഞില്ലേ കണക്കിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? അപ്പൊ കൊടുത്തില്ലേ? ഞങ്ങളുടെ ആളുകൾക്കൊക്കെ കൊടുത്ത കേസിലെ കക്ഷികളായിട്ട് കൂട്ടായ്മയിലെ അംഗങ്ങൾക്ക് കൊടുത്ത ചെക്കിന്റെ നമ്പര് സഹിതം 16-26 കോടി രൂപയുടെ കണക്ക് കൊണ്ടുപോയി കൊടുത്തില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോ അറിയും എന്ന് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഇമ്മാതിരി ബോധ്യവാസം കാണിച്ചിട്ട് ഓരോന്നിങ്ങനെ എഴുന്നള്ളിക്കുകയാണ്. ലഡു വിതരണമാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ ഈ സ്ഥാപനത്തിന്റെ സംരക്ഷകരോ ആരാധകരോ? ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പെൻഷൻകാരനും ജീവനക്കാരനും അവന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിക്കണം. ഈ സ്ഥാപനത്തിൽ 1 കൊല്ലമായി നടത്തിയ ഈ സമരത്തിന്റെ പേരിൽ ആ ഭാഗത്തിൽ ഒരാളും നേടിയെടുക്കാൻ കഴിയാത്ത എന്നു മാത്രമല്ല, അവസാനം ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരനെയും പെൻഷൻകാരനെയും ഈ നോയം നാണിപ്പോയ നിങ്ങൾ ഈ സ്ഥാപനത്തിന്റെ ആരാചാരന്മാരാണ്. നിങ്ങൾ ഈ സ്ഥാപനത്തിന്റെ ആരാചാരന്മാരാണ്. നാട്ടാമത്തായി നിങ്ങൾ തുടരുന്നത്. ഞങ്ങളൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ട്രേഡ് യൂണിയൻ വിവിധ യൂണിയനുകൾ നേരത്തെ സംസാരിച്ച പെരുമാൾ ഉൾപ്പെടെയുള്ള ആളുകൾ വിവിധ ട്രേഡ് യൂണിയനുകളിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. 2013 ഇലക്ട്രിസിറ്റി ബോർഡിനെ കമ്പനിയാക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ആക്ടിന്റെ പരിരക്ഷ അനുസരിച്ച് എല്ലാ ആനുകൂല്യങ്ങളും സംരക്ഷിച്ച് KSRും നിങ്ങൾ ആ ത്രികക്ഷി കരാറൊക്കെ ഒന്നെടുത്ത് വായിക്കണം. ത്രികക്ഷി കരാറിന്റെ KSRന്റെ സമ്പൂർണ്ണ ആനുകൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് എല്ലാ കൊല്ലവും DA 2 പ്രാവശ്യം DA പരിഷ്കരണം ഉറപ്പാക്കിക്കൊണ്ട് ത്രികക്ഷി കരാറിന് വേണ്ടി ഒന്നിച്ച് സമരം ചെയ്തവരാണ് ഞങ്ങൾ. അല്ലാതെ നിങ്ങൾ ഒന്നിച്ച് എന്ന് ഈ സ്ഥാപനത്തിന്റെ ജീവനക്കാരനെയും പെൻഷൻകാരനെയും തൂങ്ങിവിറ്റതുപോലെയല്ല. അങ്ങനെയല്ല. അങ്ങോട്ട് സമരം ചെയ്തിട്ട് എന്താ നിങ്ങൾ സമരം ചെയ്തിട്ട് എന്താണ്? ഞങ്ങൾ കേസ് കൊടുത്ത് വാങ്ങിച്ച DADRന്റെ കുടിശ്ശികയല്ലാതെ എന്തെങ്കിലും ഒരു ആനുകൂല്യം, എന്തെങ്കിലും ഒരു DA കുടിശ്ശിക നേടിയെടുക്കാൻ ഈ ഒരു കൊല്ലത്തിലധികം വരുന്ന ആഭാസത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുക. കേരള സർക്കാർ DADR പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരു DADR വാങ്ങിക്കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ കേസിന് ഇടക്കാല വിധിക്ക് ശേഷം ആ ഇടക്കാല വിധി DADR കൊടുക്കാതിരിക്കാൻ കേരള സർക്കാർ സമർപ്പിച്ച എതിർപ്പത്തിൽ എന്താണ് പറഞ്ഞത്? 12/2023
ഇറക്കിയ ഉത്തരവ്, സർക്കാർ ഉത്തരവ് അനുസരിച്ച് ഇപ്പൊ ഇറക്കിയ ഈ ഉത്തരവ് പോലെ ഇപ്പൊ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടല്ലോ, വെയിറ്റേജ് ഇല്ല, ഫിറ്റ്മെന്റ് ഇല്ല, റെട്രോസ്പെക്റ്റീവ്. അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നഷ്ടം നികത്താൻ സർക്കാർ നഷ്ടം ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് ഇറക്കിയ സർക്കാർ ഉത്തരവനുസരിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിൽ ആനുകൂല്യങ്ങൾ കൊടുക്കണമെങ്കിൽ, DADR കൊടുക്കണമെങ്കിൽ മുൻകൂർ അനുമതി വാങ്ങണം. അങ്ങനെ അനുമതി വാങ്ങേണ്ട ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അപേക്ഷ ധനകാര്യ വകുപ്പിന്റെ പരിശോധനയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് DADR കുടിശ്ശിക ഉത്തരവുണ്ടായിട്ടും കൊടുക്കുന്നതിന് സർക്കാർ എതിർക്കുന്നത് എന്ന് പറയുന്ന സത്യവാങ്മൂലത്തിൽ കേരള ഹൈക്കോടതി എന്താ പറഞ്ഞത്? അത് തള്ളിക്കൊണ്ട് കേരള ഹൈക്കോടതിയിലെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് TR രവി ആ വാദം നിലനിൽക്കില്ലെന്നും ഇത് ത്രികരണി കരാറിന്റെയും ദീർഘകാല കരാറിന്റെയും ആനുകൂല്യമാണെന്നും ഈ ഉത്തരവിന്റെ റഫറൻസ് 2016 ദീർഘകാല കരാറിന്റെ വ്യവസ്ഥ 5.1 അനുസരിച്ച് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമ്പോഴല്ല, കേന്ദ്ര ലേബർ ഉപഭോക്തൃ വില സൂചന പ്രഖ്യാപിച്ചാൽ 2016 21 സെറ്റിൽമെന്റുകൾ അനുസരിച്ച് എല്ലാ ജനുവരിയിലും ജൂലൈയിലും അത് കൊടുക്കുവാൻ മാനേജ്മെന്റ് ബാധ്യസ്ഥമാണ്. കാര്യത്തിൽ കേരള സർക്കാരിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുടിശ്ശിക ഒന്നിച്ചോ തവണകളായോ കൊടുക്കാൻ ഉത്തരവിട്ടത്. നിങ്ങളൊന്നും അതിനുശേഷം ഈ ഉത്തരവുണ്ടാവുന്നതാണ് 7/8/2025 അതിനുശേഷം ഇലക്ട്രിസിറ്റി ബോർഡിൽ DADR ഉത്തരവിറങ്ങുന്നതെന്നാണ് അറിയാം. 29/10/2025 2 മാസം കഴിഞ്ഞ് അല്ലെ ഇവരുടെ സമരം നിൽക്കണം. എന്നിട്ട് അത് നേട്ടം ഞാൻ നേരത്തെ പറഞ്ഞത് പൊക്കി കാണിച്ചാണല്ലോ, മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഈ ഉത്തരവ് മുതൽ, അതായത് ധനകാര്യ വകുപ്പിന്റെ മുൻകൂർ അനുമതി DADR കുടിശ്ശിക കൊടുക്കണമെന്ന സർക്കാരിന്റെ വാദം കോടതി തള്ളിയതിനു ശേഷം ഇറങ്ങിയ ആദ്യത്തെ DADR ഉത്തരവാണ് 29/10/25 ഉത്തരവ്. അവസാന ഖണ്ഡികയിൽ, ആ ഉത്തരവിന്റെ അവസാന ഖണ്ഡികയിൽ സർക്കാർ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന 7% DA-യുടെ എന്താ മുൻകാല പ്രാബല്യത്തിലുള്ള കുടിശ്ശിക ഇലക്ട്രിസിറ്റി ബോർഡിന് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കൊടുക്കാനുള്ള അനുവാദമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. എന്താണ് ആ വ്യവസ്ഥ ആദ്യമായിട്ട് വരാൻ കാരണം? ആ വ്യവസ്ഥ സംസ്ഥാന സാങ്ഷൻ ഓർഡറിൽ കൊടുക്കാൻ എന്താണ് കാരണം? സർക്കാരിന്റെ അനുമതി വേണം എന്ന് പറയുന്ന വാദം നിലനിൽക്കാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ട്? ദീർഘകാല കരാർ പ്രകാരമുള്ളതുകൊണ്ട്. ഒരു കേന്ദ്ര നിയമമായ വ്യവസായ തർക്ക നിയമത്തെ അനുസരിച്ച് ഏർപ്പെട്ടിട്ടുള്ള കരാറിന് വിരുദ്ധമായി ഒരു സർക്കാർ ഉത്തരവ് നിലനിൽക്കില്ല എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രാവശ്യം ഇറക്കിയ 15% ഉത്തരവ്. അതിന് എന്ത് പറഞ്ഞു? സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിനെ കൊടുക്കാമെന്ന്. 4% കാര്യത്തിൽ എന്താ? അത് നിങ്ങൾ സാധിച്ചു തന്നല്ലോ. ആരാ അനിൽ പറയുന്ന പോലെ എൻഗോയിക്കാർ സാധിച്ചു. എന്താ സാധിച്ചത്? അതായത് ഈ ആദ്യം ഇറങ്ങിയ, അതിനു മുമ്പ് ഇറങ്ങിയ, അതായത് 10/2 ഇറങ്ങിയ ഉത്തരവിൽ 10/2 അതെ ഇറങ്ങിയ അതിനു മുമ്പ് ഉത്തരവ്, അതായത് ആ 3% നമ്മൾ വാങ്ങിയ ഉത്തരവ്,
അതിന് കുടിശ്ശിക കൊടുക്കാൻ ഉത്തരവുണ്ടായിരുന്നു. അതിനുശേഷമാണല്ലോ നമ്മുടെ പണിമുടക്ക് വെട്ടിപ്പൊഴുന്നത്. പണിമുടക്ക് നമ്മൾ കേട്ടില്ലേ? 20-2-25 പണിമുടക്കിന് നമ്മുടെ മന്ത്രി ചർച്ച ചെയ്ത് എല്ലാം 28 കെട്ടിത്തരാം എന്ന് പറഞ്ഞു. 28 കെട്ടിയല്ലോ, എല്ലാവരെയും 28 കെട്ടി. മനസ്സിലായോ? എല്ലാവരെയും 28 കെട്ടി ബാലഗോപാൽ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചു. മനസ്സിലായില്ലേ? എല്ലാവരെയും 28 കെട്ടി കുളിപ്പിച്ചു. അപ്പൊ അന്ന് ഈ DADക്കെതിരെ ഇലക്ട്രിസിറ്റി നൽകാത്തതിനെതിരെ നിവേദനവും കൊടുത്ത പ്രക്ഷോഭത്തിന് വന്നപ്പോ ഇവര് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിരിക്കണം. അവര് പറഞ്ഞത് ഇൻകം ടാക്സ് ബാധ്യത വരുന്നതുകൊണ്ടാണ് നമ്മളിപ്പോ പിടിച്ചു കൊടുത്തത്. അതുകൊണ്ട് 1-4 നേരം വെളുത്ത് നട തുറക്കുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വിഷുക്കണിയായി എന്തുണ്ടാകും? 3% 31 മാസത്തെ കുടിശ്ശിക തവണയായിട്ടല്ല, തവണയാണെന്നാണ് ഓർമ്മ. തവണയായിട്ടല്ല, പിന്നെയോ ഒറ്റായി വെച്ചു. മനസ്സിലായോ? ഒറ്റ വിഴുങ്ങിയാൽ മതി. മറ്റേ ലഡു തിന്ന് ഇപ്പൊ ആളുകളുടെയൊക്കെ വയറ് ചാടി ചെയ്യാം. മനസ്സിലായോ? ചിലവരുടെയൊക്കെ ലഡു ശ്വാസകോശത്തിൽ കയറി വലിവായിരിക്കുകയാണ്. അങ്ങോട്ടും പോണില്ല, ഇങ്ങോട്ടും പോണില്ല. മനസ്സിലായോ? ലഡു ഇപ്പൊ എന്താ ചേമ്പിന്റെ അവസ്ഥയില. അങ്ങോട്ടും ഇല്ല, ഇങ്ങോട്ടും. കോലിട്ടിട്ടും രക്ഷയില്ല, വെള്ളം കുടിച്ചിട്ടും കുഴപ്പമില്ല. നടത്തിയിട്ടും എന്താ ടിക്കറ്റെടുത്ത്. ഇതാണ് അവസ്ഥ. മനസ്സിലായോ? കടിച്ചതും പോയി പിടിച്ചതും പോയി എന്ന് പറയുന്ന അവസ്ഥയിലാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ ആളുകൾ ചർച്ച കഴിഞ്ഞ് 28 കെട്ടും കഴിഞ്ഞ് 23-25 സർക്കാരിൽ ഒരു ഉത്തരവിറങ്ങി. അപ്പൊ ഇത് പറഞ്ഞു, മുൻകൂർ അനുമതി വേണമെന്ന് അതിന്റെ ചോട്ടിൽ എഴുതി വെച്ചു. 23-25 ഒരാഴ്ച കഴിഞ്ഞു ഇലക്ട്രിസിറ്റി ബോർഡിൽ DADR ഇറങ്ങി. എത്ര ശതമാനത്തിന്റെ? 4%. ഉത്തരവ് എന്തില്ല? കുടിശ്ശികയേ ഇല്ല. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ കാഴ്ചയുണ്ടായിരുന്നു. ഇതേ ഉത്തരവിലുണ്ട്, കയ്യിലില്ലെങ്കിലും പുസ്തകത്തിലുണ്ട് എന്ന് പറയാമായിരുന്നു. 4-ാം മാസം സമരം ചെയ്തു കഴിഞ്ഞപ്പോഴോ അവിടെയുമില്ല, ഇവിടെയുമില്ല, അച്ഛന്റെ നെഞ്ചത്തുമില്ല എന്ന് പറയുന്ന അവസ്ഥയിലായി. മനസ്സിലായോ? ആ നിന്ന് പിന്നെ DADR ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കാമെന്ന് പറയുന്നത് കൂട്ടായ്മയുടെ കേസിൽ ഇടക്കാല വിധിക്ക് ശേഷമാണ്. അപ്പോൾ എന്താ കുഴപ്പം? ഇത് മനസ്സിലാക്കേണ്ട കാര്യം പറയുന്നത്. ആരാ കുഴപ്പം? കുഴപ്പം 2 ആളുകളാണ്. ഒന്ന് പെൻഷനേഴ്സ് കൂട്ടായ്മയാണ്. വേറെ കുഴപ്പം പിടിച്ചൊരു സാധനം എന്താ? ദീർഘകാല കരാർ. വേറെ കുഴപ്പം കൂട്ടായ്മയ്ക്ക് കേസിൽ പോകാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? സ്ത്രീകൾക്ക് കരാറുള്ളതുകൊണ്ട്. അപ്പൊ ഇത് കുഴപ്പം. ആ കുഴപ്പം സ്ത്രീ കൊല്ലാൻ രാജനിൽ ബോംബെയിലെ പഴയ ഭൂലോകത്ത് ഉണ്ടായിരുന്ന എന്താ ഭൂലോക നായകന്റെ പേരാണെന്ത്? കോട്ടാരാജൻ. അപ്പൊ സ്ത്രീകൾ കൊല്ലാൻ ആരെ വെച്ചു? ഒരു രാജനും അലിബാബയും 41 കള്ളന്മാരും എന്ന് പറയുന്ന പോലെ ഒരു രാജനും കുറെ കോട്ടാരാജന്മാർ. 2016 കരാർ അത് കൊന്നു എടുത്താൽ മതിയല്ലോ. അത് കൊന്നാൽ പിന്നെ 21 കൊല്ലാം എളുപ്പമാണ്, അല്ലേ? ആദ്യം മുമ്പ് നിൽക്കുന്നവന് വെടിവെച്ചാൽ പിന്നെ പുറകെ നിൽക്കുന്നവന് വെടിവെക്കാൻ എളുപ്പമാണ്. അപ്പൊ 16 കൊല്ലാൻ ആരെ ഏൽപ്പിച്ചു? ബാലഗോപാലനെയും. മനസ്സിലായി? തെറിയാരുണ്ട്? ജ്യോതിലാലുണ്ട്. തെറിയാരുണ്ട്? കുട്ടിയുണ്ട്. മനസ്സിലായി? അപ്പൊ ബിംബങ്ങളെ ഇങ്ങനെ വെച്ചോണ്ട് പുറകിൽ അടുക്കാൻ ആരാ? ബാലഗോപാൽ, സതീർ ഇല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? ഇതൊക്കെ രാഷ്ട്രീയ തീരുമാനം. കൂട്ടായ്മയ്ക്ക് വല്ലതും അറിയാമോ? ഈ ഞങ്ങളുടെ അന്വേഷണത്തിൽ കിടന്നതാണ് മന്ത്രി.
മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയ തീരുമാനം എടുത്തും ഇപ്പൊ കൃത്യമായിട്ടുണ്ടാക്കി തന്നില്ലേ? 61,000 പേർ ഉണ്ടയുണ്ടാക്കി തന്നില്ലേ? അതല്ലേ 2 ദിവസം വെള്ളമൊഴിച്ച് തിന്നാൻ തന്നത്. മനസ്സിലായോ? അപ്പൊ കൊന്നടുക്കി ഈ ലഡു ശവപ്പിലെ ലഡു വിതരണമാണ്. ഈ ലഡു വിഷപ്പെടുത്തിയ ലഡു വിതരണമാണ്. കടമ്മനിട്ട രാമകൃഷ്ണന്റെ കവിതയിൽ പറയുന്ന പോലെ, കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുത്, പൂവിന്റെ കണ്ണിൽ നോക്കരുത്, മാറിൽ തിരിക്കരുത്, ഭൂതനാതന്ത്രം പൂണ്ടതാണെങ്ങും എന്ന് പറഞ്ഞ പോലെ ഈ സംഘടിത കൊള്ളത്തിന്റെ ആകർഷണത്തിൽ അകപ്പെട്ടു പോകരുത് വൈദ്യുതി ബോർഡിലെ പ്രിയപ്പെട്ട ജീവനക്കാരനും പെൻഷൻകാരനും എന്ന് താണുകേണപേക്ഷിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.